ഹലോ, ഈ വീഡിയോയിൽ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് ഫസ്റ്റ് ഫോം അതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് സെക്കൻഡ് ഫോമും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. ആക്ച്വലി ഫണ്ടമെൻ്റൽ തിയറം ഈ സെക്ഷനിൽ മെയിനായിട്ട് രണ്ട് തിയറംസ്, ഫസ്റ്റ് ഫോം ആൻഡ് സെക്കൻഡ് ഫോം, പിന്നെ ഒരു ഇതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കുറച്ച് പ്രോബ്ലംസും ഒരു ചെറിയ റിസൾട്ടും കൂടിയാണ് പഠിക്കാനുള്ളത്. നമ്മൾ ചാപ്റ്റർ 2 മൊഡ്യൂൾ 2 ഡിഫറൻസിയേഷൻ പഠിച്ചു. മൊഡ്യൂൾ 3 ആദ്യ ഭാഗത്ത് നമ്മൾ ഇൻ്റഗ്രേഷൻ പഠിച്ചു. ഈ സെക്ഷനിൽ ഈ ഫണ്ടമെൻ്റൽ തിയറം എന്ന സെക്ഷനിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഡെറിവേറ്റീവ് എന്ന കൺസെപ്റ്റും ഇൻ്റഗ്രൽ എന്ന കൺസെപ്റ്റും കൂടെ കണക്ട് ചെയ്യാനാണ് പോകുന്നത്. ഇൻ ദിസ് സെക്ഷൻ we study the connection between the notions of the derivative and the integral. Okay, ഇതിലെ ഫസ്റ്റ് തിയറം എന്ന് പറയുന്നത് നമ്മൾ ഇൻ്റഗ്രൽ ഡെറിവേറ്റീവിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഫസ്റ്റ് ഫോമിൽ നമ്മൾ ചെയ്യുന്നത് ഡെറിവേറ്റീവിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും. അതുപോലെ സെക്കൻഡ് തിയറത്തിൽ നമ്മൾ ചെയ്യുക ഇൻ്റഗ്രലിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യും. നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചു കഴിയുമ്പോൾ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. In fact, there are two theorems relating to this problem. One has to do with the integrating a derivative and the other, second form, with the differentiating an integral. ഓക്കെ, അപ്പോൾ ഈ രണ്ട് തിയറംസും കൂടെ ഒന്നിച്ചാണ് നമ്മൾ പറയുക ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഈ തിയറം വഴി നമ്മൾ പ്രൂവ് ചെയ്യുന്നത് ഇൻ്റഗ്രേഷനും ഡിഫറൻസിയേഷനും ഇൻവേഴ്സ് ഓപ്പറേഷൻസ് ആണ് എന്നുള്ളതാണ്. നമ്മൾ +2 ക്ലാസ്സുകളിൽ നമ്മളത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മളത് പ്രൂവ് ചെയ്യുന്നു. റഫ്ലി സ്റ്റേറ്റഡ്, they imply that the operations of differentiation and integration are inverse to each other. ഓക്കെ, അപ്പോൾ നമുക്ക് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസിൻ്റെ ഫസ്റ്റ് ഫോമിലേക്ക് പോകാം. ഈ തിയറത്തിൽ നമുക്ക് 3 ഹൈപ്പോത്തസിസ് ആണ് ഉള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഫൈനൈറ്റ് സെറ്റ് ഇ എടുക്കുന്നുണ്ട്. ഈ സെറ്റ് നമ്മൾ എടുക്കുന്നത് ഇതിലെ കണ്ടീഷൻ 2, ഹൈപ്പോത്തസിസ് 2 സാറ്റിസ്ഫൈ ചെയ്യാത്ത പോയിന്റ്സിൻ്റെ കളക്ഷൻ, അതാണ് നമ്മൾ ഇ ആയിട്ട് എടുക്കുന്നത്. ആൻഡ് ഫങ്ഷൻ സ്മോൾ എഫ് ആൻഡ് ക്യാപിറ്റൽ എഫ് ഫ്രം ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ടു ആർ സച്ച് ദാറ്റ് എൻ്റെ ഒന്നാമത്തെ ഹൈപ്പോത്തസിസ് ക്യാപിറ്റൽ എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി. ഹൈപ്പോത്തസിസ് ബി, എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു സ്മോൾ എഫ് ഓഫ് എക്സ് for all x belongs to closed interval a b minus e. അപ്പോൾ ക്യാപിറ്റൽ എഫ് കണ്ടിന്യൂസ് ആയിരിക്കണം, അതിൻ്റെ ഡെറിവേറ്റീവ് ഈക്വൽ ടു സ്മോൾ എഫ് ഓഫ് എക്സ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ എഫിൻ്റെ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യണം. ഇനി എല്ലായിടത്തും എക്സിസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇ എന്ന സെറ്റിൽ എക്സിസ്റ്റ് ചെയ്യണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ നമ്മൾ ഈ എന്ന സെറ്റ് ഇൻഫിനിറ്റ്ലി മെനി ആകാനുള്ള പ്രൊവിഷൻ ഇല്ല. അതായത് ഫൈനൈറ്റ്ലി മെനി പോയിന്റ്സിൽ ക്യാപിറ്റൽ എഫിന് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യാതെ ഇരിക്കാം. ഇനി എക്സിസ്റ്റ് ചെയ്താൽ തന്നെ അത് സ്മോൾ എഫിനോട് ഈക്വൽ അല്ലാതെ ഇരിക്കാം. അപ്പോൾ ഹൈപ്പോത്തസിസ് ബി, ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിലെ എല്ലാ പോയിന്റ്സിനും ട്രൂ ആകണ്ട, ഇ എന്ന സെറ്റിലെ പോയിന്റ്സിന് ട്രൂ ആവാതെ ഇരിക്കാം. ഓക്കെ, ഇനി ഹൈപ്പോത്തസിസ് ബി, എഫ് ബിലോങ്സ് ടു ആർ എ ബി, അതായത് സ്മോൾ എഫ് റീമാൻ ഇൻ്റഗ്രബിൾ ആയിരിക്കണം. ഈ 3 ഹൈപ്പോത്തസിസ് ഉണ്ട് എങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ്. എഫ് റീമാൻ ഇൻ്റഗ്രബിൾ ആണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. റീമാൻ ഇൻ്റഗ്രബിൾ ആണ് എങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഇൻ്റഗ്രൽ എന്താണ് എന്ന് നമുക്ക് പറയാൻ പറ്റണം. ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ആയിരിക്കും. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ഒരേ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ സ്മോൾ എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈപ്പോത്തസിസ് ബി അനുസരിച്ച് അത് എഫ് ഡാഷ് ആണ്, അതായത് ഒരു ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ നമ്മൾ ഡെറിവേറ്റീവിനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അതാണ് നമ്മളിവിടെ ആദ്യമേ പറഞ്ഞു. ഒന്നാമത്തെ തിയറത്തിൽ നമ്മൾ ചെയ്യുന്നത് ഇൻ്റഗ്രേറ്റിംഗ് എ ഡെറിവേറ്റീവിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഇവിടെ പറയേണ്ട വേറൊരു കാര്യം, ഈ ഹൈപ്പോത്തസിസ് ബി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എങ്കിൽ
ഈ ക്യാപിറ്റൽ എഫിനെ നമ്മൾ വിളിക്കുക ആൻറ്റി ഡെറിവേറ്റീവ് ഓഫ് സ്മോൾ എഫ് എന്നാണ്, അല്ലെങ്കിൽ പ്രിമിറ്റീവ് ഓഫ് സ്മോൾ എഫ് എന്ന്. അതായത് ഇഫ് ദർ എക്സിസ്റ്റ് എ ഫംഗ്ഷൻ ക്യാപിറ്റൽ എഫ് സച്ച് ദാറ്റ് എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു സ്മോൾ എഫ് ഓഫ് എക്സ്, ദെൻ ക്യാപിറ്റൽ എഫ് ഈസ് കോൾഡ് ആൻറ്റി ഡെറിവേറ്റീവ് ഓർ പ്രിമിറ്റീവ് ഓഫ് എഫ്. അപ്പം നമ്മൾ ഈ തിയറത്തിൽ പറയുന്നത് സ്മോൾ എഫ് റീമാൻ ഇൻറ്റഗ്രബിൾ ആണ്, സ്മോൾ എഫിൻ്റെ ഒരു പ്രിമിറ്റീവ് ക്യാപിറ്റൽ എഫ് ഉണ്ട് എങ്കിൽ ആ സ്മോൾ എഫിൻ്റെ ഇൻറ്റഗ്രല് പ്രിമിറ്റീവിൻ്റെ സഹായത്തോടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ഈ തിയറത്തിൽ പറയുന്നത്. അപ്പോൾ ഈ തിയറത്തിന് 3 ഹൈപ്പോത്തസിസ് ആണ് ഉള്ളത് എന്ന് ഓർക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ തിയറം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അത് ഈ ഇയിൽ ഫൈനൈറ്റ്ലി മെനി പോയിന്റ്സ് ഉണ്ടാകാം. അതായത് ഫൈനൈറ്റ്ലി മെനി പോയിന്റ്സിന് ഹൈപ്പോത്തസിസ് ബി സാറ്റിസ്ഫൈ ചെയ്യാതെ ഇരിക്കാം. അപ്പം ഞാൻ ആദ്യത്തെ സ്റ്റേജിൽ നമ്മൾ ചെയ്യുക, ക്യാപിറ്റൽ ഇയിൽ ആകെ 2 പോയിന്റ്സേ ഉള്ളൂ, എയും ബിയും മാത്രം. അതായത് എക്കും ബിക്കും ഈ കണ്ടീഷൻ ബി സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ചെയ്യാതെ ഇരിക്കാം എന്ന് അസ്യൂം ചെയ്തിട്ട് നമ്മൾ പ്രൂവ് ചെയ്യുന്നു. എന്നിട്ടാണ് ജനറൽ കേസ് നമ്മൾ പ്രൂവ് ചെയ്യുക. ഓക്കെ, ശരി. ഫസ്റ്റ് വി വിൽ പ്രൂവ് ദ തിയറം ഇൻ ദ കേസ് വേർ ക്യാപിറ്റൽ ഇ ഇസ് ഈക്വൽ ടു സെറ്റ് എ ബി. ഒരിക്കലും ഇത് ക്ലോസ്ഡ് ഇന്റർവൽ എ ബി എന്ന് എഴുതരുത്. ക്ലോസ്ഡ് ഇന്റർവൽ എ ബി ആയിപ്പോയി കഴിഞ്ഞാൽ ഫുൾ പോയിന്റ്സിലും ഹൈപ്പോത്തസിസ് ബി സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്ന് വരും. ഇവിടെ സെറ്റ് എ ബി എന്നാണ് എഴുതേണ്ടത്. അതായത് എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു സ്മോൾ എഫ് ഓഫ് എക്സ് എയിലും ബിയിലും സാറ്റിസ്ഫൈ ചെയ്യാതെ ഇരിക്കാം എന്നാണ് ഞാൻ അസ്യൂം ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഇനി ഹൈപ്പോത്തസിസ് സി അനുസരിച്ച് നമ്മുടെ സ്മോൾ എഫ് റീമാൻ ഇൻറ്റഗ്രബിൾ ആണ്. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് റീമാൻ ഇൻറ്റഗ്രബിലിറ്റിയുടെ ഡെഫിനിഷൻ ഉപയോഗിക്കുകയാണ്. എന്താണ്? ഗിവൺ എപ്സിലോൺ ദർ എക്സിസ്റ്റ് എ റിയൽ നമ്പർ എൽ സച്ച് ദാറ്റ് if p dot is in tagged partition with norm p dot less than delta epsilon, then modulus of s f p dot minus l less than epsilon. ഇതാണ് റീമാൻ ഇൻറ്റഗ്രബിലിറ്റിയുടെ ഡെഫിനിഷൻ. അതിൽ ആ എൽ ആണ് റീമാൻ ഇൻറ്റഗ്രൽ ആയിട്ടും വരുന്നത്. അപ്പോൾ ആ എല്ലിന് പകരം നമുക്ക് ഇൻറ്റഗ്രൽ എ ടു ബി എഫ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ഒരു ഡെഫിനിഷൻ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു എപ്സിലോൺ എടുക്കുന്നു. അപ്പോൾ ലെറ്റ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ബി ഗിവൺ. ഇനി സ്മോൾ എഫ് റീമാൻ ഇൻറ്റഗ്രബിൾ ആയതുകൊണ്ട് ഈ എപ്സിലോണിനനുസരിച്ച് എനിക്കൊരു ഡെൽറ്റ എപ്സിലോൺ കണ്ടുപിടിക്കാൻ പറ്റും, സാറ്റിസ്ഫൈയിങ് ദ ഡെഫിനിഷൻ ഓഫ് റീമാൻ ഇൻറ്റഗ്രബിലിറ്റി. ഓക്കെ, അപ്പോൾ സിൻസ് എഫ് ബിലോങ്സ് ടു ആർ എ ബി ബൈ അസംഷൻ സി, there exists delta epsilon greater than 0 such that if p dot is any tagged partition with the norm p dot less than delta epsilon, then modulus of s f p dot minus integral a to b f less than epsilon. അപ്പോൾ ഇവിടെ ആ എല്ലിൻ്റെ പൊസിഷനിൽ നമ്മൾ ഇൻറ്റഗ്രൽ എ ടു ബി എഫ് എന്ന് കൊടുത്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി ഇവിടെ പി ഡോട്ട് ഈസ് എനി ടാഗ്ഡ് പാർട്ടീഷൻ വിത്ത് നോം ലെസ് ദാൻ ഡെൽറ്റ എപ്സിലോൺ. അപ്പോൾ ആ ടാഗ്ഡ് പാർട്ടീഷനിലെ പാർട്ടീഷൻ പോയിന്റ്സ് ആയിട്ട് x1 x2 എക്സെട്ര xn എടുക്കുന്നു. അല്ലെങ്കിൽ അവിടുത്തെ ജനറൽ ഇൻ്റർവൽ ആയിട്ട് ഞാൻ xi-1 xi എടുക്കുക. ഓക്കെ, അപ്പോൾ ഇഫ് ദ സബ് ഇൻ്റർവെൽസ് ഇൻ പി ഡോട്ട് ആർ ക്ലോസ്ഡ് ഇൻ്റർവൽ xi-1 xi. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ആണ്. ഇനി ക്യാപിറ്റൽ എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു സ്മോൾ എഫ് ഓഫ് എക്സ് ആണ് ഫോർ ഓൾ എക്സ് ഇൻ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി മൈനസ് ഇ. അതായത് ക്യാപിറ്റൽ എഫ് ഡാഷ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് മീൻ വാല്യൂ തിയറം ഈ ഓരോ ഇൻ്റർവെല്ലിലും ഓരോ സബ് ഇൻ്റർവെല്ലിലും അപ്ലൈ ചെയ്യാം. മീൻ വാല്യൂ തിയറം അനുസരിച്ച് നമുക്ക് എന്താ കിട്ടുക? നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇഫ് സ്മോൾ എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ആൻഡ് ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇൻ്റർവെൽ എ ബി, then there exists C belongs to open interval a b such that f of b minus f of a is equal to f dash c into b minus a. ഇതാണ് മീൻ വാല്യൂ തിയറം. അപ്പോൾ ഇവിടുത്തെ ഈ
സ്മോൾ എഫിന് പകരം ഞാൻ മീൻ വാല്യൂ തിയറം അപ്ലൈ ചെയ്യുന്നത് ക്യാപിറ്റൽ എഫിനാണ്. ഇനി ഇവിടുത്തെ ക്ലോസ്ഡ് ഇന്റർവൽ എ ബിക്ക് പകരം ഞാൻ മീൻ വാല്യൂ തിയറം അപ്ലൈ ചെയ്യുന്നത് ക്ലോസ്ഡ് ഇന്റർവൽ xi-1 xiക്കാണ്. അപ്പം നമുക്ക് ഈ ഓരോ സബ് ഇന്റർവെല്ലിൽ നിന്നും എനിക്ക് ഓരോ സി കിട്ടും. അപ്പം ഞാൻ ഓരോ സബ് ഇന്റർവെല്ലിലും ഓരോ സി ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ അതിന് ui എന്ന് പേര് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ then the mean value theorem, നിങ്ങൾക്ക് ആ സ്റ്റേറ്റ്മെന്റ് വായിച്ച് നോക്കണം എന്നുള്ളവർക്ക് 6.2.4 വായിച്ച് നോക്കാം. Applied to f, capital F, on xi-1 xi implies that there exists ui belongs to open interval xi-1 xi such that f of b minus f of a എന്നുള്ളതിന് പകരം f of xi minus f of xi minus 1 is equal to f dash c എന്നുള്ളതിന് പകരം f dash ui into xi minus xi minus 1. ഇത് ഒരു സബ് ഇന്റർവെലിനല്ല, എല്ലാ സബ് ഇന്റർവെലിനും വാലിഡ് ആണ്. അപ്പോൾ ഫോർ i is equal to 1 2 3 etc n. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഇക്വേഷൻ എല്ലാ ഐക്കും ഉണ്ട്. അപ്പോൾ ഫോർ i is equal to 1 നമുക്ക് എന്ത് കിട്ടും? f of x1 എന്ന് പറഞ്ഞാൽ a ആണ്. f of a minus i is equal to 1 ആകുമ്പോൾ f of x1 minus f of x0 ആണ് a is equal to capital F dash ui into xi minus 1, അതായത് x1 minus x0. ഓക്കെ, ഇനി i is equal to 2 ആകുമ്പോൾ f of x2 minus f of x1 is equal to f dash u2, ഇവിടെ u1 ആണ്, x2 minus x1. ഇങ്ങനെ ലാസ്റ്റ് ടേം, അതായത് f of xn എന്ന് പറഞ്ഞാൽ b ആണ്, മൈനസ് f of xn minus 1 is equal to f dash un into xn minus 1. അങ്ങനെ നമുക്ക് n ഇക്വേഷൻസ് ആണ് കിട്ടുക. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ ഈ f of x1 അടുത്ത ടേമിൽ മൈനസ് f of x1, ഈ f of x2 അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് സെക്കൻഡ് ടേം ആയിട്ട് f of x2. അപ്പൊ ഈ മൈനസ് f of xn തൊട്ട് മുമ്പുള്ള ടേമിൽ നിന്ന് ക്യാൻസൽ ചെയ്തു പോകും. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ബാക്കി ഉണ്ടാവുക f of b മൈനസ് f of a ആണ്. പിന്നെ ഇത് നമ്മൾ സിഗ്മ കൊടുത്ത് എഴുതുന്നു. അതാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യാൻ പോകുന്നത്. അതായത് ഈ n ഇക്വേഷൻസ് എഴുതുന്നു, എന്നിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നു. പിന്നെ f dash ui നമ്മുടെ ഹൈപ്പോത്തസിസ് b അനുസരിച്ച് f dash x is equal to small f of x ആണ്. അപ്പോൾ f dash uiക്ക് പകരം small f of ui കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ഇതെല്ലാം കൂടെ സം ചെയ്യുമ്പോൾ f of b minus f of a കിട്ടുന്നു is equal to, ആ സമ്മേഷൻ ഞാൻ എഴുതിയിട്ടുണ്ട് എന്ന് മാത്രം, ഈ ക്യാപിറ്റൽ f dash uiക്ക് പകരം സ്മോൾ f of ui സിഗ്മ i is equal to 1 to n എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ടാഗ്ഡ് പാർട്ടീഷനിലെ ആ ഒരു ഇന്റർവെൽസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ui ആ കറസ്പോണ്ടിങ് ഇന്റർവെല്ലിന്റെ ടാഗ് ആയിട്ട് എടുക്കുക. അപ്പൊ ഞാൻ ആ ടാഗ്ഡ് പാർട്ടീഷന് pu ഡോട്ട് എന്ന് പേര് കൊടുക്കുന്നു. അപ്പോൾ f of ui into xi minus 1 എന്ന ഈ സമ്മേഷനെ എനിക്ക് എന്തെന്ന് വിളിക്കാം? റീമാൻ സം എന്ന് വിളിക്കാം. യെസ്, f pu ഡോട്ട്. ഓക്കെ, അപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന സബ് ഇന്റർവെല്ലിൽ ui എന്ന ടാഗ് ഞാൻ ചേർക്കുന്നു. അപ്പൊ സെയിം ഇന്റർവെൽ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ നോം മാറുന്നില്ല, അതായത് നോം pu ഡോട്ട് ലെസ് ദാൻ ഡെൽറ്റ എപ്സിലോൺ ആയിരിക്കും. അപ്പൊ നമുക്ക് കറസ്പോണ്ടിങ് ഈ റൈറ്റ് ഹാൻഡ് സൈഡ് സം എന്റെ റീമാൻ സം ഓഫ് f pu ഡോട്ട് ആയിട്ട് മാറും. അപ്പൊ എനിക്ക് എന്താ കിട്ടുന്നത്? യെസ്, f pu ഡോട്ട് is equal to f of b minus f of a എന്ന് കിട്ടും. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 സാറ്റിസ്ഫൈഡ് ആയിരിക്കുന്നത് നോം ലെസ് ദാൻ ഡെൽറ്റ എപ്സിലോൺ ആയിട്ടുള്ള ഏതൊരു ടാഗ്ഡ് പാർട്ടീഷനും ഇൻഇക്വാളിറ്റി 1 സാറ്റിസ്ഫൈഡ് ആണ്.
ഞാൻ എടുത്തിരിക്കുന്ന പി യു ഡോട്ട് നോം ലെസ് ദാൻ ഡെൽറ്റ എപ്സിലോൺ ആയിട്ടുള്ള ടാഗ്ഡ് പാർട്ടീഷൻ ആണ്. കാരണം ഇവിടുത്തെ സെയിം പാർട്ടീഷൻ പോയിന്റ്സ് തന്നെയാണ് ഞാൻ പി യു ഡോട്ടിലും എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ എസ് എഫ് പി ഡോട്ടിന് പകരം എസ് എഫ് പി യു ഡോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എസ് എഫ് പി യു ഡോട്ട് എന്ന് പറയുന്നത് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇഫ് വി സബ്സ്റ്റിറ്റ്യൂട്ട് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഈക്വൽ ടു എസ് എഫ് പി യു ഡോട്ട് ഇൻറ്റു ഇക്വേഷൻ 1, we conclude that modulus of f of b minus f of a minus integral a to b f less than epsilon. അതായത് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എയും ഇൻറ്റഗ്രൽ എ ടു ബി എഫും തമ്മിലുള്ള ഡിഫറൻസ് ലെസ് ദാൻ എപ്സിലോൺ ആണ്. എപ്സിലോൺ ആർബിട്രറി ആയതുകൊണ്ട് ഇവർ രണ്ടുപേരും ഈക്വൽ ആണെന്ന് പറയാം. Epsilon greater than 0 is arbitrary. We conclude that integral a to b f is equal to f of b minus f of a. Proof complete ആയോ? ഇല്ല. കാരണം ഇവിടെ നമ്മൾ e ഈക്വൽ ടു സെറ്റ് എ ബി 2 പോയിന്റ്സ് മാത്രമേ ആയിട്ടാണ് e എടുത്തിരിക്കുന്നത്. ജനറലി നമ്മൾ പറയേണ്ടത് ഇയിൽ ഫൈനൈറ്റ്ലി മെനി പോയിന്റ്സ് ഉണ്ടെന്ന്. അപ്പം ഞാൻ അടുത്ത സ്റ്റേജിൽ ആ ഹൈപ്പോത്തസിസ് ബി സാറ്റിസ്ഫൈ ചെയ്യാത്ത എല്ലാ പോയിന്റുകളെയും ഉൾപ്പെടുത്തി ഇ എടുക്കുന്നു. ആ പോയിന്റുകൾ മാത്രം ഉൾപ്പെടുത്താവൂ എന്ന് നിർബന്ധമില്ല. ഞാൻ പറയുന്നത് ഇത്ര മാത്രം ആണ്. ഇ കണ്ടെയ്ൻസ് ദ പോയിന്റ്സ് വേർ എഫ് ഡാഷ് എക്സ് എയ്തർ ഡസ് നോട്ട് എക്സിസ്റ്റ് ഓർ ഡസ് നോട്ട് ഈക്വൽ എഫ് ഓഫ് എക്സ്. ഹൈപ്പോത്തസിസ് ബി സാറ്റിസ്ഫൈ ചെയ്യാത്ത പോയിന്റുകളെ ഇ കണ്ടെയ്ൻ ചെയ്യണം. അതല്ലാത്ത പോയിന്റും ഇയിൽ വന്നു എന്ന് വിചാരിച്ച് കുഴപ്പമില്ല. പക്ഷെ തീർച്ചയായിട്ടും ഇയിൽ ഞാൻ എയും ബിയും എടുക്കുന്നുണ്ട്. ആ എയിലും ബിയിലും ഹൈപ്പോത്തസിസ് ബി സാറ്റിസ്ഫൈ ചെയ്താൽ പോലും നിങ്ങൾ ഇയിൽ ആ 2 പോയിന്റ്സ് എടുക്കണം. എന്തിനാന്ന് വെച്ചാൽ ഞാൻ ഈ പോയിന്റ്സ് ഉപയോഗിച്ച് ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയുടെ ഒരു പാർട്ടീഷൻ ഉണ്ടാക്കാനാണ്. ആ പാർട്ടീഷൻ ഉണ്ടാക്കുമ്പോൾ തീർച്ചയായിട്ടും ആദ്യത്തെ പോയിന്റ് എയും അവസാനത്തെ പോയിന്റ് ബിയും ആയിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഈ കണ്ടെയ്ൻസ് ദ പോയിന്റ്സ്. ഓക്കെ, ഇനി നമ്മൾ എന്താണ് ചെയ്യുക? നമ്മൾക്ക് ഈ പറയുന്ന എഫ് ഹൈപ്പോത്തസിസ് ബി അനുസരിച്ച് എഫ് റീമാൻ ഇൻറ്റഗ്രബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ അത് അതിൻ്റെ ഓരോ സബ് ഇൻ്റർവെല്ലിലും റീമാൻ ഇൻറ്റഗ്രബിൾ ആയിരിക്കും. എന്നിട്ട് ടോട്ടൽ ഇൻറ്റഗ്രൽ കിട്ടാൻ ആ ഓരോ സബ് ഇൻ്റർവെല്ലിലെ ഇൻറ്റഗ്രൽസ് ആഡ് ചെയ്താൽ മതി. അത് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുക? അഡിറ്റിവിറ്റി തിയറം കഴിഞ്ഞിട്ടുള്ള ഒരു കൊറോളറിയിൽ നമ്മൾ അങ്ങനെ പഠിച്ചിട്ടുണ്ട്. ഞാൻ സ്റ്റേറ്റ്മെന്റ് കാണിച്ചു തരാം. ഇനി ആ ഓരോ സബ് ഇൻ്റർവെല്ലിലും നമുക്ക് എന്താണ് കിട്ടുന്നത്? ഇപ്പോൾ പ്രൂവ് ചെയ്തതനുസരിച്ച് അതിൻ്റെ ഇൻറ്റഗ്രൽ എന്ന് പറയുന്നത് എഫ് ഓഫ് സി ഐ മൈനസ് എഫ് ഓഫ് സി ഐ മൈനസ് 1 ആണ് എന്ന് നമുക്ക് ഇപ്പോൾ പ്രൂവ് ചെയ്തത് ഉപയോഗിച്ച് എഴുതാം. അങ്ങനെ നമുക്ക് കൺക്ലൂഷനിൽ എത്താൻ പറ്റും. ഓക്കെ, അപ്പം ദെൻ എഫ് ബിലോങ്സ് ടു ആർ സി ഐ മൈനസ് 1 സി ഐ നമ്മുടെ അഡിറ്റിവിറ്റി തിയറം അനുസരിച്ച്, അഡിറ്റിവിറ്റി തിയറത്തിൻ്റെ കൊറോളറി അനുസരിച്ച്, ആൻഡ് integral ci minus 1 cif is equal to f of ci minus f of ci minus 1. നമ്മൾ ഇപ്പോൾ പ്രൂവ് ചെയ്തതനുസരിച്ച്, ഇപ്പോൾ നമ്മൾ എ ബിക്കാണ് പ്രൂവ് ചെയ്തത്, അത് നമ്മൾ ci minus 1 ci കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ റിസൾട്ട് കിട്ടും. ഇനി നമുക്ക് ടോട്ടൽ ഇൻറ്റഗ്രൽ എ ടു ബി എഫ് കിട്ടണമെങ്കിൽ ആ ഓരോ സബ് ഇൻ്റർവെല്ലിലെ ഇൻ്റഗ്രൽസിൻ്റെ സം എടുത്താൽ മതി. സിഗ്മ ഐ ഇസ് ഈക്വൽ ടു 1 to m ഇൻറ്റഗ്രൽ ci minus 1 ci f. ഇനി ഈ ഇൻറ്റഗ്രൽ എന്ന് പറയുന്നത് എഫ് ഓഫ് സി ഐ മൈനസ് എഫ് ഓഫ് സി ഐ മൈനസ് 1 ആണ്. ഇത് ഞാൻ നേരത്തെ ചെയ്തതുപോലെ ആ ഐക്ക് ഓരോ വാല്യൂ ഇട്ട് നമ്മൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും മാത്രമാണ് ബാക്കി ഉണ്ടാവുക. ഇടയ്ക്കുള്ളതെല്ലാം ക്യാൻസൽ ചെയ്ത് പോകും. അങ്ങനെ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ എന്ന് കിട്ടും. ഇങ്ങനെ ഈ റിസൾട്ട് കിട്ടാൻ കാരണം, അതായത് ഇൻറ്റഗ്രൽ എ ടു ബി എഫ് എന്ന് പറയുന്നത് സം ഓഫ് ദ ഇൻറ്റഗ്രൽസ് ആണ്. അതുപോലെ ഓരോ സബ് ഇൻ്റർവെല്ലിലും അത് റീമാൻ ഇൻറ്റഗ്രബിൾ ആയിരിക്കും എന്ന് നമ്മൾ പറയുന്നത് അഡിറ്റിവിറ്റി തിയറത്തിൻ്റെ കൊറോളറി ഉപയോഗിച്ചിട്ടാണ്. ആ കൊറോളറിയാണ് ഇവിടെ ഞാൻ കോട്ട് ചെയ്തിരിക്കുന്നത്. ഇഫ് എഫ് ബിലോങ്സ് ടു ആർ എ ബി ആൻഡ് ഇഫ് a is equal to c0 less than c1 less than etc cm is equal to b, then the restrictions of f to each of the sub interval ci minus 1 ci are Riemann integrable, and integral a to b f is equal to sigma I is equal to 1 to m integral ci minus 1 cif. ഓക്കെ, അപ്പോൾ നമ്മുടെ തിയറം കംപ്ലീറ്റ് ആയി. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്, അതായത് ഹൈപ്പോത്തസിസ് ബി സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഒരു ക്യാപിറ്റൽ എഫ് ഉണ്ട് എങ്കിൽ ആ ക്യാപിറ്റൽ എഫിനെ സ്മോൾ എഫിൻ്റെ പ്രിമിറ്റീവ് അല്ലെങ്കിൽ ആൻറ്റി ഡെറിവേറ്റീവ് എന്നാണ് പറയുക. ഓക്കെ,
അത് ഞാൻ ഒരിക്കൽ കൂടെ ഡെഫിനിഷൻ ആയിട്ട് എഴുതി എന്ന് മാത്രം. എ ഫംഗ്ഷൻ ക്യാപിറ്റൽ എഫ് സച്ച് ദാറ്റ് എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു സ്മോൾ എഫ് ഓഫ് എക്സ് for all x belongs to closed interval AB is called an antiderivative or a primitive of f on closed interval AB. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ നമ്മൾ ആൻ ആന്റി ഡെറിവേറ്റീവ് അല്ലെങ്കിൽ എ പ്രിമിറ്റീവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ കാരണം ഇപ്പൊ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ആയിട്ട് എക്സ് സ്ക്വയർ പ്ലസ് 3 എടുക്കുന്നു. അപ്പൊ നമുക്ക് എഫ് ഡാഷ് എക്സ് എന്താണ് കിട്ടുക? എനിക്ക് കിട്ടുക 2x ആണ്. ഈ 2xനെ ഞാൻ സ്മോൾ എഫ് ഓഫ് എക്സ് എന്ന് വിളിച്ചോ. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് പറയാം? ഈ എക്സ് സ്ക്വയർ പ്ലസ് 3 എന്ന് പറയുന്നത് ഈസ് എ പ്രിമിറ്റീവ് ഓഫ് 2x എന്ന് പറയാം. അതേസമയം ഞാൻ എഫ് 1x ആയിട്ട് ഞാൻ എക്സ് സ്ക്വയർ പ്ലസ് 4 എടുത്താലോ, ആ എഫ് 1 ഡാഷ് അതിൻ്റെ ഡെറിവേറ്റീവ് എടുത്താലും എനിക്ക് 2x എന്നാണ് കിട്ടുക. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 4ഉം ആരുടെ പ്രിമിറ്റീവ് ആണ്? 2xന്റെ പ്രിമിറ്റീവ് ആണ്. അതായത് ഒരു ഫംഗ്ഷന് തന്നെ പല പ്രിമിറ്റീവ്, പല ആന്റി ഡെറിവേറ്റീവ് ഉണ്ടാകാം. അതുകൊണ്ടാണ് ഇവിടെ ആൻ ആന്റി ഡെറിവേറ്റീവ് എ പ്രിമിറ്റീവ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി ആ തിയറത്തിന്റെ 1-2 കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ എന്താ ഫസ്റ്റ് ഫോം, ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ് ഫസ്റ്റ് ഫോം, അതിൽ നിന്ന് നമുക്ക് എന്താ കിട്ടിയത്? സ്മോൾ എഫ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എഫിന്റെ ഡെറിവേറ്റീവ് ആണെങ്കിൽ, ഈ എഫ് ഇന്റഗ്രബിളും ആണെങ്കിൽ അതിന്റെ ഇന്റഗ്രൽ എനിക്ക് ഈ ക്യാപിറ്റൽ എഫിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ എന്ന്. ഓക്കെ, ഇഫ് എ ഫംഗ്ഷൻ സ്മോൾ എഫ് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ ക്യാപിറ്റൽ എഫ് ആൻഡ് സ്മോൾ എഫ് ബിലോങ്സ് ടു ആർ എ ബി, then the integral a to b f can be calculated by means of the evaluation capital F a b. അപ്പോൾ ക്യാപിറ്റൽ എഫ് ഒരു വെർട്ടിക്കൽ ലൈൻ എ ബി എന്ന് എഴുതി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ എന്നാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ്, അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇങ്ങനെയുള്ള ഈ ക്യാപിറ്റൽ എഫിനെയാണ് നമ്മൾ ആന്റി ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ അർത്ഥം സ്മോൾ എഫിന് ഒരു ആന്റി ഡെറിവേറ്റീവ് ഉണ്ട് എങ്കിൽ സ്മോൾ എഫിന്റെ ഇന്റഗ്രൽ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ക്യാപിറ്റൽ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ കണ്ടുപിടിച്ചാൽ മതി. പിന്നെ ആ ആന്റി ഡെറിവേറ്റീവ് ആകുന്നത് ചില എക്സെപ്ഷൻസ് പോസിബിൾ ആണ്. നമ്മൾ ഹൈപ്പോത്തസിസ് ബിയിൽ പറഞ്ഞത് എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു സ്മോൾ എഫ് ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇന്റർവൽ എ ബി മൈനസ് ഇ. അത് ഇയില് ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം എന്നില്ല. അപ്പോൾ കുറച്ച് പോയിന്റ്സിൽ എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു സ്മോൾ എഫ് ഓഫ് എക്സ് ആകണം എന്ന് നിർബന്ധമില്ല. അത് ഈക്വൽ ആകണം എന്ന് നിർബന്ധമില്ല എന്ന് പറയുമ്പോൾ അവിടെ 2 സിറ്റുവേഷൻ ആണ് വരുന്നത്. ഒന്ന്, ക്യാപിറ്റൽ എഫിന് ഡെറിവേറ്റീവ് ഇല്ലാതിരിക്കാം. രണ്ടാമത്തത്, ഡെറിവേറ്റീവ് ഉണ്ട് പക്ഷെ അത് സ്മോൾ എഫിനോട് ഈക്വൽ അല്ലാതെ ഇരിക്കാം. ഓക്കെ, അങ്ങനെ നമുക്ക് ഫൈനൈറ്റ്ലി മെനി എക്സെപ്ഷൻസ് പോസിബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇൻ പ്രാക്ടീസ് it is convenient to allow some exceptional point C where f dash C does not exist in R or where it does not equal f of C. അതായത് ഹൈപ്പോത്തസിസ് ബി സാറ്റിസ്ഫൈ ചെയ്യാത്ത കുറച്ച് പോയിന്റ്സ് ഉണ്ടാകാം, പക്ഷെ അത് ഇൻഫിനിറ്റ്ലി മെനി ഉണ്ടാവരുത്. വി ക്യാൻ പെർമിറ്റ് എ ഫൈനൈറ്റ് നമ്പർ ഓഫ് സച്ച് എക്സെപ്ഷണൽ പോയിന്റ്സ്. ഓക്കെ, ഇനി ഇവിടെ പറയേണ്ട അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഹൈപ്പോത്തസിസ് എയിൽ പറഞ്ഞത് ക്യാപിറ്റൽ എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി. ക്യാപിറ്റൽ ബിയിൽ പറഞ്ഞു എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു സ്മോൾ എഫ് ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇന്റർവൽ എ ബി മൈനസ് ഇ. ഈ രണ്ടാമത്തെ കണ്ടീഷൻ ഹൈപ്പോത്തസിസ് എല്ലാ പോയിന്റിനും ട്രൂ ആണ് എന്ന് വിചാരിക്കുക. അതായത് ക്യാപിറ്റൽ എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു സ്മോൾ എഫ് ഓഫ് എക്സ് ഫോർ ഓൾ എക്സ്. അപ്പോൾ എല്ലാ പോയിന്റിലും ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹൈപ്പോത്തസിസ് എ പ്രത്യേകിച്ച് പറയണ്ട. കാരണം എന്താ, ഒരു പോയിന്റിൽ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ് എങ്കിൽ അവിടെ അത് കണ്ടിന്യൂസ് ആയിരിക്കും എന്ന് നമ്മൾ തിയറം പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇഫ് the function capital F is differentiable at every point of closed interval AB, then hypothesis A is automatically satisfied by theorem 6.1.2. If f from I to R has derivative at C belongs to I, then f is continuous at C.
അപ്പോൾ നമ്മൾ ഹൈപ്പോത്തസിസ് എ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ഇഫ് ക്യാപിറ്റൽ എഫ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് എവറി പോയിന്റ് ഓഫ് ക്ലോസ്ഡ് ഇന്റർവൽ എ ബി. ഓക്കെ, ഇനി സ്മോൾ എഫ് ചില പോയിന്റിൽ ഡിഫൈൻഡ് അല്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ആ പോയിന്റിൽ ഫംഗ്ഷന്റെ വാല്യൂ 0 ആയിട്ട് എടുക്കാം. ഓക്കെ, ഇഫ് എഫ് ഈസ് നോട്ട് ഡിഫൈൻഡ് ഫോർ സം പോയിന്റ് c belongs to E, then we can take f of c equal to 0. ഇനി അടുത്തൊരു കാര്യം, ഇപ്പൊ ക്യാപിറ്റൽ എഫ് ഡിഫറൻഷ്യബിൾ ആയി എന്ന് വിചാരിക്കുക, അതായത് ഹൈപ്പോത്തസിസ് ബി സാറ്റിസ്ഫൈ ചെയ്തു എന്ന് വെച്ചിട്ട് ഹൈപ്പോത്തസിസ് സി സാറ്റിസ്ഫൈ ചെയ്യണം നിർബന്ധമില്ല. അതായത് ക്യാപിറ്റൽ എഫ് ഡാഷ് ഉണ്ട്, ആ എഫ് ഡാഷ് സ്മോൾ എഫിനോട് ഈക്വൽ ആണ്, പക്ഷെ സ്മോൾ എഫ് റീമാൻ ഇന്റഗ്രബിൾ ആവണം എന്നില്ല. അതായത് ഒരു ക്യാപിറ്റൽ എഫിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ അത് റീമാൻ ഇന്റഗ്രബിൾ ആകണം എന്ന് നിർബന്ധമില്ല. അങ്ങനത്തെ ഫങ്ഷൻസ് ഉണ്ട്, അതിന്റെ എക്സാമ്പിൾസ് അടുത്ത വീഡിയോകളിലൊക്കെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവൻ ഇഫ് ക്യാപിറ്റൽ എഫ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് എവറി പോയിന്റ് ഓഫ് ക്ലോസ്ഡ് ഇന്റർവൽ എ ബി, കണ്ടീഷൻ സി ഈസ് നോട്ട് ഓട്ടോമാറ്റിക്കലി സാറ്റിസ്ഫൈഡ്. കണ്ടീഷൻ സി എന്താ പറയണത്? സ്മോൾ എഫ് റീമാൻ ഇന്റഗ്രബിൾ ആണ് എന്ന്, അതായത് ക്യാപിറ്റൽ എഫ് ഡാഷ് റീമാൻ ഇന്റഗ്രബിൾ ആണ് എന്ന്. പക്ഷെ അങ്ങനെ ഉണ്ടാവണം നിർബന്ധമില്ല, കാരണം ദർ എക്സിസ്റ്റ് ഫങ്ഷൻസ് ക്യാപിറ്റൽ എഫ് സച്ച് ദാറ്റ് എഫ് ഡാഷ് ഈസ് നോട്ട് റീമാൻ ഇന്റഗ്രബിൾ. അങ്ങനത്തെ ഒരു ഫങ്ഷൻ ആണ് എക്സ് സ്ക്വയർ ഇൻറ്റു കോസ് 1/x². ആ ഫങ്ഷൻ കണ്ടിന്യൂസ് ആണ്, ഐ മീൻ ഡിഫറൻഷ്യബിൾ ആണ്, പക്ഷെ ആ ഡെറിവേറ്റീവ് റീമാൻ ഇന്റഗ്രബിൾ അല്ല. Okay, thank you.